സേവ് RSP കൂട്ടായ്മയുണ്ടാക്കി LDFുമായി സഹകരിക്കാൻ RSP പുറത്താക്കിയ നേതാവ് ഇല്ലിക്കൽ അഗസ്തി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂർ മണ്ഡലത്തിൽ KK ശൈലജയ്ക്കെതിരെ മത്സരിച്ച UDF നേതാവാണ് ഇപ്പോൾ LDFിനൊപ്പം ചേർന്നിരിക്കുന്നത്. LDF വികസന മുന്നേറ്റ ജാഥ ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അഗസ്തിയെ സ്വീകരിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KK ശൈലജ ടീച്ചർക്കെതിരെ മട്ടന്നൂർ മണ്ഡലത്തിൽ മത്സരിച്ച RSP നേതാവ് ഇല്ലിക്കൽ അഗസ്തി ഇപ്പോൾ RSP വിട്ട് പുറത്തു വന്ന് LDFുമായി സഹകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഏത് സാഹചര്യത്തിലാണ് പുറത്തു വന്നത്? RSPയിൽ നിന്ന് പുറത്തു വന്നത് ഞാൻ 51 കൊല്ലമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്ത് ഇപ്പോൾ സീനിയർ നേതാവ് ഈ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കെതിരെ ശക്തമായ പ്രതികരണം എൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഒന്ന്, പാർട്ടിയിൽ ഏകാധിപത്യവും അതുപോലെ വ്യക്തി താല്പര്യങ്ങളും ഒപ്പം പിന്തുടർച്ച എന്ന രൂപത്തിൽ വരിക. ചുരുക്കി പറഞ്ഞാൽ ഇരുവര മണ്ഡലത്തെ പ്രേമേന്ദ്രനെ വരാൻ മത്സരിപ്പിക്കുക, 2 തവണ മത്സരിച്ച് തോറ്റ ഉപയോഗിക്കാൻ വീണ്ടും ചവറ മത്സരിക്കുക. നമുക്കറിയാം ഈ 2 ടൈം എല്ലാ പാർട്ടിയും നടപ്പാക്കുന്നുണ്ട്, ജയിക്കുന്നവർക്ക് പോലും. തോറ്റവർ തന്നെ 2 തവണ തോറ്റേച്ച് വീണ്ടും തോക്കാന്ന് പറഞ്ഞാൽ വേറൊന്നും ചാൻസ് ഇല്ലേ. പിന്നെ എവിടെ ആളുകൾ വളർന്നു വരുന്നത്? ഇപ്പം നേതാവിൻ്റെ മാത്രം മത്സരിച്ചാൽ മതിയോ? അതുപോലെ ഫണ്ട് വീടിൻ്റെ സുതാര്യത, പിന്നെ സംഘടനാപരമായ ഒരു ഭരണഘടനയുണ്ട് പേരിനെങ്കിലും. ആ ഭരണഘടന കുറേ ഭാഗം നടപ്പാക്കണ്ടേ? അതില്ലാന്നുള്ള തെളിവാണ് കേന്ദ്ര കമ്മിറ്റി എന്നെ സംസ്ഥാന കമ്മിറ്റി പുറത്താക്കിയെന്ന് പത്രത്തിൽ പറയുന്നത്. ഇന്ത്യയിൽ 15 സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. അതുമാത്രമല്ല, വേറെ കാര്യമുണ്ട്, ഞങ്ങൾ ഇടതു പാർട്ടിയാണ്. 2014 മുന്നണി മാറേണ്ടി വന്ന അന്ന് RSPBയും RSP സംയോജിക്കാം എന്നുള്ളൊരു എന്താ പറയുക, കേരളത്തിൽ ഒറ്റ പാർട്ടിയായിട്ട് മാറാം, അത് സംഘശക്തിയായിട്ട് മാറ്റുന്നതായിട്ടാണ് ഞങ്ങൾ കുറേ വിട്ടുവീഴ്ച ചെയ്തത്. അന്ന് ജനറൽ സെക്രട്ടറി ചന്ദ്രൻ ഉൾപ്പെടെ ഞങ്ങൾ 2 പേരാണ് അതിൻ്റെ നേതൃത്വം നിന്ന്. പക്ഷേ അവസാനം സംഭവിച്ചു. കാരണം എപ്പോഴും ജനാധിപത്യത്തിൽ ഭൂരിപക്ഷം നമ്മൾ വിധേയമാവണമല്ലോ. തിരുത്തപ്പെടുന്ന പാർട്ടി പുറത്താക്കി സേവ് RSP രൂപീകരിച്ചിരിക്കുകയാണ്. സേവ് RSP എന്നൊരു ഫോറം ഉണ്ടാക്കി RSPയിലെ ഇത്രയും ചിരിക്കുന്ന ആളുകളും ഒപ്പം ഇന്നും RSPയിലെ കഷ്ണമായിരിക്കുന്ന RSP ലെഫ്റ്റ്, RSP ലെനിനിസ്റ്റ് ആൻഡ് RSPB തുടങ്ങിയ കുറേ ഭാഗങ്ങളുണ്ട്. അവരെയും തുടർന്ന് മറ്റ് സോഷ്യലിസ്റ്റ് പാർട്ടികളിൽ പലരും മാറിയിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ പലതിൻ്റെ പോക്കിൽ അവജിത്ത് മാറിയിരിക്കുന്നത്. ഇവരൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഇവരെല്ലായിട്ട് ഒരു പ്രത്യേക ഫോറമായിട്ട് മാറി LDFിൻ്റെ ഭാഗമാകാനുള്ള തീരുമാനം. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയും ഗവർണർ മാഷൊക്കെ സ്വീകരിച്ചു സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ ആ രൂപത്തിലുള്ള എല്ലാ പിന്തുണയും തന്നു. അതിന് ഇപ്പം മാത്രമല്ല, ഈ LDFിൻ്റെ തൃശ്ശൂർ തിരുവനന്തപുരം ജാഥയെ ഞാൻ അങ്ങോട്ട് മാറുക. ഇതുവരെ അവർ നേരത്തെ അനൗൺസ് ചെയ്തു. പക്ഷേ അപ്പോൾ ആ സമയത്ത് ഞങ്ങളിവിടെ പറന്നു വീണ്ടു പോലില്ല. ഈ ജാഥയിൽ അങ്ങോ ആയിക്കൊണ്ട് പോവുകയാണ്. ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ LDFിൻ്റെ ജാഥയുമായി സഹകരിക്കും. എൻ്റെ സംഘടനാ രൂപം കൈവരാൻ വേണ്ടി ഏകദേശം ഒരു മാർച്ച് 15 വരെ നിൽക്കും. അതിപ്പം 15 വരെ ഞാൻ ഈ തിരക്കിലായിരിക്കും ഈ ജാഥയായിട്ട് ബന്ധപ്പെട്ട്. അത് കഴിഞ്ഞിട്ട് അതിനിടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും ഒന്നിച്ചിരിക്കാനുള്ള സമയം കുറവുണ്ട്, അത് ചെയ്യും. തീർച്ചയായും എന്തായാലും RSP വിട്ടുവന്ന് സേവ് RSP രൂപീകരിച്ചുകൊണ്ട് LDFുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് ഇല്ലിക്കൽ അഗസ്തി ഉൾപ്പെടെയുള്ളവരുടെ തീരുമാനം. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, കാസർഗോഡ്.